എല്ലാവർക്കും നമസ്കാരം. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തിയപ്പോൾ അദ്ദേഹം വി.ഡി. സവർക്കറെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തി. അത് ഭരണപക്ഷത്തെ വല്ലാതെ ചൊടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് പ്രധാനമന്ത്രി അടക്കം അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ കോൺഗ്രസിനെതിരെ അതിശക്തമായി ആഞ്ഞടിക്കുകയും ചെയ്തു. ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് വി.ഡി. സവർക്കറുടെ ആശയങ്ങളാണ് ബി.ജെ.പി. പിന്തുടരുന്നത് എന്നാണ്. അദ്ദേഹം നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഭരണഘടനയെ ശക്തിപ്പെടുത്തുമെന്ന് ബി.ജെ.പി. പറയുമ്പോൾ അത് സവർക്കറെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതുമാണ് അദ്ദേഹത്തിന്റെ പൊസിഷൻ. അതായത് സവർക്കർ എതിർത്തിരുന്ന ഭരണഘടനയെ ബി.ജെ.പി. അനുകൂലിച്ചാൽ അത് സവർക്കറെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. സവർക്കർ ഭാരതത്തിന്റെ ഭരണഘടനയല്ല, പകരം മനുസ്മൃതിയാണ് ഇവിടെ നടപ്പാക്കാൻ ആഗ്രഹിച്ചത് എന്ന നിലയ്ക്കുള്ള ഒരു നറേറ്റീവാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പല കോൺഗ്രസ് നേതാക്കന്മാരും ഇതേ കാര്യം തന്നെയാണ് ഇന്ന് ആവർത്തിക്കുന്നത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആരായിരുന്നു സവർക്കർ എന്നും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പഴയകാല നേതാക്കളൊക്കെ തന്നെ സവർക്കറെ ഏത് നിലയിലാണ് കണ്ടിരുന്നത് എന്നും അവർ സവർക്കറെക്കുറിച്ച് എന്താണ് അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നത് എന്നും അത് പിന്നീട് ഏത് കാലഘട്ടത്തിലാണ് അതിൽ മാറ്റമുണ്ടായിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കുന്നത് കൗതുകമായേക്കാം. അതുകൊണ്ട് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള പഴയകാല കോൺഗ്രസ് നേതാക്കന്മാർ എങ്ങനെയാണ് സവർക്കറെ കണ്ടിരുന്നത്, അദ്ദേഹത്തെ ഏത് രീതിയിലാണ് വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക. ഇവിടെ ഒരു കാര്യം ആദ്യം തന്നെ പറയേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധി സവർക്കറെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ സെന്റിനറി ആഘോഷവുമായി ബന്ധപ്പെട്ട് അവർ അവരുടെ ഒരു സന്ദേശം നൽകിയിരുന്നു. അതുകൂടാതെ തന്നെ സവർക്കറെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കവെയാണ്. അപ്പോൾ മോശമായിട്ടായിരുന്നില്ല സവർക്കറെ ഇന്ദിരാഗാന്ധി കണ്ടിരുന്നത്. സവർക്കറുടെ രാഷ്ട്രീയത്തിനോട് കോൺഗ്രസിന് അന്നു മുതൽ തന്നെ എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ സവർക്കറെ ഒരിക്കലും മോശമായി കാണുന്നതിന് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ദിരാഗാന്ധി എന്തായിരുന്നു സവർക്കറെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരുന്നത് എന്നാണ്. ഇന്ദിരാഗാന്ധി സവർക്കർ മരിക്കുന്ന വേളയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: നിർഭയത്വത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും പര്യായമായിരുന്നു സവർക്കർ. യഥാർത്ഥ വിപ്ലവകാരിയുടെ അച്ചിൽ വാർത്തെടുക്കപ്പെട്ട സവർക്കറിൽ നിന്നും അസംഖ്യം പേരാണ് പ്രചോദനം ഉൾക്കൊണ്ടത്. മരണം നമ്മുടെ ഇടയിൽ നിന്ന് ഇല്ലാതാക്കിയത് സമകാലിക ഭാരതത്തിലെ മഹത്തായ ഒരു വ്യക്തിത്വത്തെയാണ്. ഇത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കവേ പറഞ്ഞിരുന്നതാണ്. ഇനി മറ്റ് പഴയകാല കോൺഗ്രസ് നേതാക്കന്മാർ എങ്ങനെയാണ് സവർക്കറെ അനുസ്മരിച്ചിരുന്നത് എന്ന് നോക്കാം. അതിലൊന്ന് പഴയ പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ പി.വി. നരസിംഹറാവുവാണ്. അദ്ദേഹം ഇങ്ങനെയാണ് സവർക്കറെ അനുസ്മരിച്ചത്: നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വിപ്ലവ വീര്യം നൽകിയ മഹാനായ ദേശസ്നേഹിയായിരുന്നു വീർ സവർക്കർ. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ ദൃശ്യമാകുന്നത് സാമൂഹ്യ പരിഷ്കരണത്തോടുള്ള പ്രതിബദ്ധതയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ശക്തിക്കും അഭിവൃദ്ധിക്കും ആവശ്യമുള്ളത് അദ്ദേഹത്തെ പോലെ ക്രിയാത്മകമായി ഊർജം ചെലവഴിക്കാൻ കഴിയുന്ന യുവത്വത്തെയാണ്. ഓർക്കണം, ഇത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പി.വി. നരസിംഹറാവു 1990കളിൽ അഭിപ്രായപ്പെട്ടതാണ്. ഇനി അടുത്തയാൾ വൈ.ബി. ചവാനാണ്. വൈ.ബി. ചവാൻ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. അതുകൂടാതെ അദ്ദേഹം നമ്മുടെ വിദേശകാര്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി, ധനമന്ത്രി, അതുകൂടാതെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എന്ന നിലയിലും പൊതുരംഗത്ത് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം സവർക്കറെ അനുസ്മരിക്കുന്നത് ഇങ്ങനെയാണ്: സവർക്കറുടെ മരണത്തോടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും രാജ്യത്തിനു വേണ്ടി മഹത്തായ ത്യാഗം ചെയ്യുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനിയെയാണ്. വൈ.ബി. ചവാൻ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായിരുന്നു എന്നതോർക്കുക. സവർക്കറും മഹാരാഷ്ട്രക്കാരനായിരുന്നു. ഇനി മറ്റൊന്ന് ആന്ധ്രാപ്രദേശിലെ പഴയ മുഖ്യമന്ത്രിയായിരുന്ന കെ. വിജയഭാസ്കര റെഡ്ഡിയാണ്. അദ്ദേഹവും കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് സവർക്കറെ പറ്റി പറഞ്ഞത്: വീർ സവർക്കറെ പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അശ്രാന്ത പരിശ്രമങ്ങളും ത്യാഗങ്ങളും മൂലമാണ് അധിനിവേശ ഭരണാധികാരികളിൽ നിന്ന് നാം സ്വാതന്ത്ര്യം നേടിയത്. അപ്പോൾ സവർക്കറെ ഒരു ധീരനായ ദേശാഭിമാനിയായിട്ടും സ്വാതന്ത്ര്യ സമര പോരാളിയായിട്ടുമാണ് അദ്ദേഹം കണ്ടിരുന്നത്. തന്നെയുമല്ല, ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ഉപയോഗിക്കാത്ത വീർ എന്ന വിശേഷണം ചേർത്തുകൊണ്ടാണ് വിജയഭാസ്കര റെഡ്ഡി സവർക്കറെ അനുസ്മരിച്ചത്. വീർ സവർക്കർ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇനി അടുത്തത് മഹാരാഷ്ട്രയുടെ തന്നെ പഴയ മുഖ്യമന്ത്രിയായിരുന്ന വസന്തറാവു നായിക് പറഞ്ഞതിങ്ങനെയാണ്: ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ധീരോദാത്തവും ത്യാഗോജ്വലവുമായി പൊരുതിയ വിപ്ലവകാരികളുടെ തലമുറയിലെ പ്രതീകമായിരുന്നു സവർക്കർ. അപ്പോൾ അദ്ദേഹത്തിനും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രയത്നിച്ച വ്യക്തിയായിരുന്നു സവർക്കർ എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവും ഉണ്ടായിരുന്നില്ല. ഇനി മറ്റൊരാളിലേക്ക് പോകാം. കോൺഗ്രസിന്റെ ബോംബെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന ബി.എ. ഖിംജി. അദ്ദേഹം എങ്ങനെയാണ് സവർക്കറെ അനുസ്മരിക്കുന്നത് എന്ന് നോക്കാം. കോൺഗ്രസിനോട് കടുത്ത എതിർപ്പിലായിരുന്നെങ്കിലും സവർക്കറുടെ ദേശാഭിമാനവും ദേശപ്രേമവും സംശയാതീതമായിരുന്നു. തന്റേതായുള്ളതെല്ലാം അദ്ദേഹം രാജ്യത്തിനു വേണ്ടി ത്യജിച്ചു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ മഹത്തായ നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിന്റെ പങ്കിനെ യാതൊരു നിലയ്ക്കും ഖിംജി കുറച്ചു കാണുന്നില്ല.
തന്നെയുമല്ല സ്വാതന്ത്ര്യത്തിനു വേണ്ടി തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നതെല്ലാം ത്യജിച്ച ഒരു മഹത് വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ആശയപരമായി അദ്ദേഹവും കോൺഗ്രസും രണ്ട് തുരുത്തുകളിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ സവർക്കറിലെ ദേശസ്നേഹിയെ അംഗീകരിക്കുന്നതിന് ഖിംജിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല. ഇനി മറ്റ് ചില ദേശീയ നേതാക്കളിലേക്ക് കൂടി പോകാം. അതിലൊന്ന് നമ്മുടെ മലയാളിയായിരുന്ന ശ്രീ KR നാരായണന്റെ വാക്കുകളാണ്. അദ്ദേഹം സവർക്കറെ അനുസ്മരിക്കുന്നത് ഇങ്ങനെയാണ്: ദേശഭക്തിയും ദേശപ്രേമവും കൊണ്ട് ശോഭിക്കുന്ന നിർഭയരായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും വിപ്ലവകാരിയും മാത്രമായിരുന്നില്ല, ഒരു ചിന്തകനും എഴുത്തുകാരനും പ്രഗത്ഭനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയായിരുന്നു വീർ സവർക്കർ. തൊട്ടുകൂടായ്മ, ജാതി വ്യവസ്ഥ എന്നീ സാമൂഹ്യ തിന്മകൾക്കെതിരെ വീറോടും നിശ്ചയദാർഢ്യത്തോടും അദ്ദേഹം പൊരുതി. ആ മഹാനായകൻ പ്രദർശിപ്പിച്ച ദേശസ്നേഹത്തിൻ്റെയും സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെയും സ്ഫുരണങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രവൃത്തിയിലും ആവാഹിക്കാൻ നമുക്ക് സാധിച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്മരണകൾ നമുക്ക് എന്നേക്കും നിലനിർത്താം. നോക്കുക, ഒരു മലയാളി കൂടിയായിരുന്ന കോൺഗ്രസ് നേതാവായിരുന്ന പിന്നീട് നമ്മുടെ രാഷ്ട്രപതിയായ KR നാരായണൻ ഈ നിലയ്ക്കാണ് സവർക്കറെ അനുസ്മരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ഉപയോഗിക്കാത്ത വീർ എന്ന വിശേഷണം അദ്ദേഹവും ഉപയോഗിച്ചിരുന്നു. സവർക്കറെക്കുറിച്ച് അദ്ദേഹം വീർ സവർക്കർ എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി മറ്റൊരാൾ ഇന്ത്യയുടെ പഴയ രാഷ്ട്രപതിയായിരുന്ന സാക്കിർ ഹുസൈനാണ്. അദ്ദേഹം എങ്ങനെയാണ് സവർക്കറെ ഓർത്തത് എന്ന് നമുക്ക് കാണാം. മഹാനായ വിപ്ലവകാരിയായിരുന്ന സവർക്കർ നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കുന്നതിനായി പ്രവർത്തിക്കാൻ നിരവധി ചെറുപ്പക്കാർക്ക് പ്രചോദനമായി. അപ്പോൾ നമ്മുടെ നാട്ടിലെ യുവത്വത്തിന് ഒരു ഇൻസ്പിറേഷനായിരുന്നു സാവർക്കർ എന്നാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന സാക്കിർ ഹുസൈൻ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്. ഇനി മറ്റൊന്ന് ഇന്ത്യയുടെ പഴയ രാഷ്ട്രപതിയായിരുന്ന S രാധാകൃഷ്ണനാണ്. ഡോക്ടർ S രാധാകൃഷ്ണൻ ഇങ്ങനെയാണ് സവർക്കറെ ഓർക്കുന്നത്: രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്ഥിരതയോടും ദൃഢതയോടും നിലകൊണ്ട പ്രവർത്തകനായിരുന്നു സവർക്കർ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഐതിഹാസികമാണ്. അപ്പോൾ വളരെ ഐതിഹാസികമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് സവർക്കറുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പഴയ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ഇനി ഒരു കാര്യം ഓർക്കുക, രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസിന്റെ പഴയകാല നേതാക്കന്മാർക്ക്, നമ്മുടെ രാഷ്ട്രത്തിന്റെ സാരഥ്യം വഹിച്ചിരുന്ന പഴയകാല രാഷ്ട്രപതിമാർക്ക് ഒന്നും തന്നെ സവർക്കറുടെ ദേശസ്നേഹത്തിലോ അദ്ദേഹം നടത്തിയിരുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലോ തെല്ലും സംശയമുണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴാണ് ഈ ഒരു ഷിഫ്റ്റ് കോൺഗ്രസിനുണ്ടായത് എന്നുള്ളത് ആലോചിച്ച് നോക്കുന്നത് കൗതുകകരമായിരിക്കും. അടൽ ബിഹാരി വാജ്പേയി സർക്കാർ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം സാവർക്കറെ ഒരു ദേശീയ പ്രതീകമായി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ പോർട്രേറ്റ്, ഛായാചിത്രം പല സ്ഥലങ്ങളിലും സ്ഥാപിക്കുന്നതിന് ശ്രമിച്ചു. അതുകൂടാതെ ആൻഡമാൻ നിക്കോബാറിൽ പോർട്ട് ബ്ലെയറിലുള്ള എയർപോർട്ടിന് വീർ സാവർക്കറിന്റെ പേര് നൽകുകയും ചെയ്തു. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്കുവഹിച്ചിരുന്ന വലതുപക്ഷത്തു നിന്നുള്ള ഒരു വ്യക്തി ഒരു ദേശീയ പ്രതീകമായി മാറിയേക്കാം എന്നുള്ള ഒരു ചിന്ത കോൺഗ്രസ് നേതാക്കളിൽ ഒരുപക്ഷെ ഉണ്ടായപ്പോഴായിരിക്കാം അവർ സവർക്കറെ മുമ്പ് പറഞ്ഞിട്ടില്ലാത്ത വിധം എതിർക്കാനായിട്ടും മോശം വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കാനും ശ്രമിച്ചത്. ആ ഒരു ഷിഫ്റ്റ് തന്നെ പ്രകടമാണ് 1990കളുടെ മധ്യത്തിന് ശേഷം. അതായത് വാജ്പേയി സർക്കാർ വന്നതിന് ശേഷമാണ് കോൺഗ്രസുകാർ വർദ്ധിത വീര്യത്തോടുകൂടി സവർക്കറെ എതിർക്കാനായി തുടങ്ങിയത്. അതുവരെ അവർക്കുണ്ടായിരുന്നത് രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പുകൾ മാത്രമായിരുന്നുവെങ്കിൽ പിന്നീട് അത് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷത്തിലേക്ക് മാറി. സവർക്കറെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിന് പോലും അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഷൂനക്കിയാണ് എന്നുള്ള ഒരു നാരേറ്റീവ് കൊണ്ടുവരുന്നതിനുമൊക്കെ ഇവരുടെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ള ശ്രമമുണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, സവർക്കറുടെ രാഷ്ട്രീയത്തെ നമുക്ക് അനുകൂലിക്കാം, എതിർക്കാം, അല്ലെങ്കിൽ നിഷ്പക്ഷമായി അതിനെ വിലയിരുത്താം. പക്ഷേ ഒരു കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവും ഉണ്ടാകേണ്ടതില്ല. അത് കോൺഗ്രസിൻ്റെ തന്നെ ഈ പഴയകാല ദേശീയ നേതാക്കന്മാരെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നതെല്ലാം ത്യജിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിച്ച നിരവധി ചെറുപ്പക്കാരെ അതിനുവേണ്ടി പ്രചോദിപ്പിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും ദേശസ്നേഹിയുമായിരുന്നു വീർ സാവർക്കർ എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ, അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യത്തെ, അദ്ദേഹം സ്വീകരിച്ചിരുന്ന ധാരയെ ഒക്കെ തന്നെ അംഗീകരിക്കുന്നതിന് നമുക്ക് സാധിക്കണം. അതുമാത്രമാണ് ശരിയായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം. അതല്ല എങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ച, ബ്രിട്ടീഷുകാർക്ക് വലിയ തലവേദനകൾ സൃഷ്ടിച്ച ഒരാളിന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ രണ്ട് തരത്തിലുള്ള അനീതിയാണ് കാണിക്കുന്നത്. അതിലൊന്ന് ചരിത്രപരമായിട്ടുള്ള അനീതിയാണെങ്കിൽ രണ്ടാമത്തേത് അവരുടെ നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം തന്നെ നുണയാണ് എന്ന് ഇന്നത്തെ കാലത്തുള്ള ആൾക്കാരോട് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു നിഷേധം. അപ്പോൾ അതിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ പോകാതിരിക്കുക. സവർക്കറെ അദ്ദേഹം അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി തന്നെ ചരിത്രത്തിൽ വിലയിരുത്തുക. അദ്ദേഹത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു മുന്നണി പോരാളിയായി തന്നെ മറ്റുള്ള നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അഭിപ്രായ പ്രകടനം തുടരുന്നതിന് ശ്രദ്ധിക്കുകയും ചെയ്യുക. അതല്ലെങ്കിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രപരമായിട്ടുള്ള അനാദരവാണ്. ഒപ്പം കോൺഗ്രസിൻ്റെ പഴയ തലമുറയിലെ ഏറ്റവും ശ്രദ്ധേയരായിട്ടുള്ള നേതാക്കന്മാരോടുള്ള അവഹേളനവുമാണ്.
ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.